എല്ലാവർക്കും നമസ്കാരം. അതിഥീസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം ഞാൻ പുതിയൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ ഈ നരയുടെ പ്രശ്നമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം ഞാനും അതിൻ്റെ ഒരു പരീക്ഷണം ചെയ്ത് നോക്കിയത് കൊണ്ടുള്ള ഒരു എക്സ്പെരിമെൻറ്റ് നിങ്ങളെ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം നരയൊക്കെ വരുമ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളത് ഡൈ ആണ്. ഈ കെമിക്കൽ ഡൈ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പാർശ്വഫലങ്ങളൊക്കെ ഉണ്ടാകും കേട്ടോ. അതുകൊണ്ട് അപ്പം നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പം നര പ്രായമുള്ളവർക്ക് മാത്രമല്ല ചെറുപ്പക്കാർക്ക് തൊട്ടുള്ള ഒരു പ്രശ്നമാണ് നര. എൻ്റെ മുടിയൊക്കെ നരച്ചു വരുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് നരയുടെ പ്രശ്നമുണ്ട്. അപ്പം എൻ്റെ കല്യാണത്തിൻ്റെ സമയത്തൊക്കെ അമ്മ ആദ്യമായിട്ട് കെമിക്കലായിട്ട് ഡൈ ഉപയോഗിച്ചിട്ട് അമ്മയുടെ മുഖത്തൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. ഇങ്ങനെ നീര് വന്ന കണക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ അമ്മ ഉപയോഗിച്ചിട്ടില്ല. അമ്മ നരച്ച മുടിയായിട്ടാണ് ജോലിക്ക് പോകുന്നതൊക്കെ. അപ്പോൾ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഈ ഒരു പരീക്ഷണം കണ്ടപ്പം ഈ യൂട്യൂബിനകത്തൊക്കെ ഓരോ വീഡിയോസൊക്കെ കണ്ടപ്പോൾ അതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഒരു കെമിക്കലൊന്നും ഇല്ല എന്ന് കണ്ടപ്പോൾ ഞാൻ ഒന്ന് പരീക്ഷിച്ച് നോക്കിയാണ്. അതിനായിട്ട് ഞാൻ കടുകാണ് എടുക്കുന്നത്. കടുക് കൊണ്ടുള്ള നാച്ചുറലായിട്ടുള്ള ഒരുവിധ ആർട്ടിഫിഷ്യൽ സംഭവങ്ങളും അതിനകത്ത് ചേർക്കുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാനിത് ട്രൈ ചെയ്ത് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വലിയ പാത്രം എടുക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഇതിനകത്ത് കുറച്ച് കടുക് മാത്രമേ ഇടുന്നുള്ളൂ. അപ്പം ഇതിനകത്ത് വീഡിയോ ഒക്കെ കിട്ടാൻ വേണ്ടി മാത്രമാണ്. എൻ്റെ ക്യാമറയ്ക്ക് ക്ലാരിറ്റി കുറവാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഈ ഒരു വലിയ പാത്രത്തിലൊക്കെ ഇട്ട് കുറച്ച് കളറായിട്ടൊക്കെ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ അത്ര ഇടുന്നത്. പിന്നെ നമ്മൾക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. അപ്പം നമ്മുടെ ഇവിടെ ചെറിയൊരു കറിവേപ്പുണ്ടായിരുന്നു. അതിൽ നിന്ന് ഞാൻ 2 ഇല എടുത്താണ് കേട്ടോ. അതും നമ്മൾ കൃത്രിമമായിട്ട് പുറത്തൊന്നും വരുന്ന കറിവേപ്പിലൊന്നും എടുക്കണ്ട. നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ചെയ്താണ് കേട്ടോ. 2 എടുത്തോളൂ. അപ്പം ചേട്ടൻ വെച്ച കറിവേപ്പാണ്. ചേട്ടൻ അറിഞ്ഞിട്ടില്ല ഞാൻ എടുക്കുന്നത്. 2 ഞാൻ എടുത്തതേ ഉള്ളൂ. അപ്പം അതിനായിട്ട് നമ്മൾ ഈ കടുകും കറിവേപ്പിലയും കൂടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടാണ് ഈ ഡൈ ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മൾ കടുക് എന്ന് പറയുമ്പം നമ്മൾ കറിക്കകത്തൊക്കെ ഇടും. അല്ലാതെ കടുകിന് ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ട്. നരയുടെ പ്രശ്നങ്ങളൊക്കെ മാറ്റാനും പിന്നെ നമുക്ക് മുടി കൊഴിച്ചിൽ, ഈ തലയൊട്ടിയിലുണ്ടാകുന്ന ചൊറിച്ചിലൊക്കെ നല്ലതാണ് എന്നൊക്കെ അറിഞ്ഞതുകൊണ്ട് നമുക്ക് ഒന്ന് ഉപയോഗിക്കാമെന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് കടുക് നന്നായിട്ട് വറുത്തെടുക്കണം. ഒരു കടുകിന് നമുക്ക് നല്ല കറുപ്പ് കളറ് വരണം. അപ്പോൾ അതുവരെ നമ്മളത് വറുത്തെടുക്കണം കേട്ടോ. വറുത്തെന്ന് വെച്ചാൽ ചൂടാക്കി എടുക്കണം. അപ്പം നമ്മൾ എണ്ണയൊന്നും വേണ്ട ഇതിനകത്ത്. എണ്ണയിട്ട് വേണ്ടി വറുത്തെടുക്കണ്ട. അപ്പം നമ്മൾ കടുകിൻ്റെ ഒരു പഴഞ്ചൊല്ലൊക്കെ ഉണ്ടല്ലോ, ഇട്ടാൽ പൊട്ടും ഇംഗ്ലീഷ് മുട്ട എന്നൊക്കെ പറഞ്ഞ്. അത് നമ്മൾ അതിടുമ്പം ചെറിയ ചെറിയ പൊട്ടലുകളും ചീറ്റലുകളും ഒക്കെ കാണാം കേട്ടോ നമുക്ക്. അപ്പം ഞാൻ കടുകൊക്കെ ഒന്ന് ഈ ഒരു പരുവമൊക്കെ ആയിക്കഴിയും. പിന്നെ നമുക്ക് കറിവേപ്പില ചേർക്കണം കേട്ടോ. കറിവേപ്പില കൂടുതലുണ്ടെങ്കിൽ നല്ലതാണ്. നമുക്ക് അതിനു വേണ്ടി ഒന്നും ഇല്ലാഞ്ഞതുകൊണ്ടാണ് അത്ര എടുത്തത്. അപ്പം ഞാൻ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. കുറച്ച് സമയം വേണമായിരുന്നു കേട്ടോ. നമുക്ക് നാച്ചുറലായിട്ട് കിട്ടുന്നതായതുകൊണ്ട് ഇതിനകത്ത് വേറെ നമുക്ക് കൃത്രിമമായിട്ടുള്ളതൊന്നും ചേർക്കാത്തതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാം. എന്തെങ്കിലും വലിയ ആയിട്ടുള്ളത് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ പോലും നമുക്കതുകൊണ്ട് ഒരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് പേടി കൂടാതെ നമുക്കിത് ഉപയോഗിക്കാം. അപ്പം കടുക് ഈ ഒരു പരുവമൊക്കെ ആയിക്കഴിയുമ്പോൾ നമുക്കിനി കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ വേപ്പില നല്ലതായിട്ട് കഴുകി എല്ലാം റെഡിയാക്കി എടുത്താണ് കറിവേപ്പില കേട്ടോ. അതോടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതുമെല്ലാം നന്നായിട്ട് വറുത്ത് എടുക്കണം. അങ്ങനെയാണ്. എന്നിട്ട് നമ്മൾ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ അതിനായിട്ട് കറിവേപ്പിലയും കടുകും ഒന്നുകൂടി ഇട്ട് നമ്മളൊന്ന് വറുത്തെടുക്കുവാണ്. അപ്പം നല്ലതായിട്ട് തീ ഒന്ന് കൂട്ടി കൊടുക്കണം കേട്ടോ. കരിഞ്ഞൊന്നും അങ്ങനെ പോകത്തില്ല. അപ്പം നമുക്ക് നല്ല ബ്ലാക്ക് കളറ് കിട്ടണം. അതിന് ആ ഒരു പരുവമാകുന്നിടം വരെ നമ്മളിത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പം നമ്മുടെ ഇത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പം ലാസ്റ്റ് വന്നിട്ട് ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാം കറിവേപ്പില എല്ലാം ഉണങ്ങി ആ ഒരു ബ്ലാക്ക് ഒരു കളറൊക്കെ ആയി വരുന്നുണ്ട്. അപ്പം പെട്ടെന്ന് ഇത് പൊടിഞ്ഞ് കിട്ടും. അപ്പം നമ്മളിത് പെട്ടെന്ന് പൊടിക്കരുത്. നമ്മളത് തണുത്തതിന് ശേഷം മാത്രമേ പൊടിക്കെടുക്കാവുള്ളൂ കേട്ടോ. അപ്പം ഞാനിത് ഗ്യാസിൻ്റെ ഇതൊക്കെ ഓഫ് ചെയ്തിട്ട് നമ്മളിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ മിക്സിയുടെ ജാറിൽ ഇത് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മിക്സിയുടെ ജാറിൽ വെള്ളമയം ഒന്നും കാണണ്ട. അപ്പം നമ്മളത് വെള്ളമയമൊക്കെ മാറ്റി എല്ലാം വെക്കണം. അപ്പം ഞാനിത് ഒന്നുകൂടെ എല്ലാം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പം നിങ്ങളും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം കുഞ്ഞു പിള്ളേർക്ക് വരെ നരയൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. അപ്പം നമ്മൾ ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ തേച്ച് ഒക്കെ ഒന്ന് ട്രൈ ചെയ്യും. ആർട്ടിഫിഷ്യലായിട്ടുള്ളത് ഉപയോഗിക്കാതെ നാച്ചുറലായിട്ടൊക്കെ ഒന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാടല്ലെങ്കിലും ചെറിയ തോതിലുള്ള നരയൊക്കെ മാറ്റിയെടുക്കാമെന്നാണ് നമുക്കൊരു കരുതുന്നത്. അപ്പം ഞാൻ അതിന് കുറച്ച് നേരം തണുക്കാനായിട്ട് മാറ്റി വെച്ചു. പിന്നെ മിക്സിയുടെ ജാറൊക്കെ എടുത്ത് വെച്ചു. ഇനി നമുക്കിതിനകത്തോട്ട്
ഈ തണുത്തതിന് ശേഷം ഇത് ഇട്ട് കൊടുക്കുവാണ് ഞാൻ. അപ്പം ദേ ഇതെല്ലാം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം മിക്സിയുടെ ജാറിലോട്ട് ഇത് ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് നമ്മൾ ഈ പൊടിപ്പരുവം, ഈ പൗഡറിൻ്റെയൊക്കെ ആ പരുവില്ലേ, ആ പരുവത്തിൽ നമ്മൾ ഇത് നന്നായിട്ട് അടിച്ചെടുക്കണം കേട്ടോ. അപ്പം ദേ ഞാൻ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. തീരുണ്ടോ, നല്ല ബ്ലാക്ക് കളറാണ് കേട്ടോ. ഈ ഒരു പരുവത്തിൽ നമുക്കിത് കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഇത് ഡൈ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഈ ഒരു നല്ല ബ്ലാക്ക് കളർ, അപ്പോൾ നമ്മൾ ആ ചൂട് കൊടുക്കുന്ന അനുസരിച്ചാണ്. നമ്മൾ ഇടയ്ക്ക് വെച്ച് നിർത്തി ഒത്തിരി കറുപ്പാകാതെ നോക്കുവാണെങ്കിൽ ഇതിന് കളർ വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് ഡൈ എന്ന് പറയുമ്പോൾ നല്ല കറുപ്പ് കളറുണ്ട്. അപ്പോൾ ആ ഒരു പരുവത്തിൽ വേണം നമ്മൾ ഇത് വറുത്തെടുക്കാനായിട്ട്. അപ്പം എന്തേ ഞാനൊരു പാത്രത്തിലോട്ട് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ. കുറച്ച് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഞാനത് എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇതിലോട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഒരു ഈർക്കിലി കൊണ്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് വെളിച്ചെണ്ണയ്ക്ക് പകരം കറ്റാർവാഴയൊക്കെ ഇട്ട് നമുക്കിത് യോജിപ്പിക്കാം കേട്ടോ. കറ്റാർവാഴയൊന്നും ഒരു കെമിക്കലുള്ള സംഭവമല്ല. അപ്പം എന്തേ ഈ ഒരു പരുവത്തിൽ ഞാൻ നന്നായിട്ട് ഇളക്കി കുറച്ച് നേരം അവിടെ വെക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഇപ്പം നമ്മൾ എവിടെയെങ്കിലും പോകാൻ റെഡിയായിട്ട് വരുമ്പോൾ നമുക്ക് ഈ ആർട്ടിഫിഷ്യലായിട്ടുള്ളത് ഉപയോഗിക്കാതെ ഈ നാച്ചുറലായിട്ടുള്ള ഡൈ ഉപയോഗിക്കാൻ വേണ്ടിയൊക്കെ ഇത് നമ്മൾ പെട്ടെന്നൊരു റിസൾട്ട് നമുക്ക് കിട്ടത്തില്ല. കുറച്ച് പ്രാവശ്യം ഉപയോഗിക്കണം. നമ്മളൊരാഴ്ച 2-3 പ്രാവശ്യമൊക്കെ സ്ഥിരമായിട്ടിത് ഉപയോഗിച്ചതിന് ശേഷം. അപ്പം എന്തേ ഇത് പരീക്ഷിക്കാനുള്ള ആളെത്തി. എൻ്റെ അമ്മയാണ്. അമ്മയുടെ മുടി കണ്ടോ, എൻ്റെ കല്യാണത്തിനൊക്കെ അമ്മ ഈ ഡൈ ആദ്യമായിട്ട് ചെയ്തിട്ട് പ്രശ്നമൊക്കെ ഉണ്ടായതാണ്. അപ്പം എന്തേ ഇതാണ് അമ്മയുടെ മുടിയുടെ ഒരു പരുവം. അപ്പം ഞാൻ എന്തേ ചെറിയൊരു ബ്രഷൊക്കെ എടുത്തിട്ടുണ്ട്. ആ ബ്രഷ് എടുത്തുകൊണ്ട് വന്നിട്ട് ഇപ്പം കൈ ഇതേ കിട്ടിയുള്ളൂ, അതുകൊണ്ടാണ് ഇത് എടുത്തത് കേട്ടോ. എന്നിട്ട് അമ്മേനെ ഞാൻ ഇവിടെ ഇരുത്തി കേട്ടോ. അമ്മയ്ക്കൊരു ചെറിയ ഒരു എണ്ണമയം ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ രാവിലെ പറഞ്ഞിരുന്നതാണ് അമ്മയോട് സോപ്പൊക്കെ ഇട്ട് കഴുകണമെന്ന്. എന്നാലും ചെറുതായിട്ടുണ്ടായിരുന്നു. അപ്പം എന്തേ വലിയ രീതിയിലൊന്നും അല്ല, ഞാൻ അമ്മയോട് പറഞ്ഞു കൊടുത്തു. അപ്പം ഞാൻ അതിൻ്റെ ബാക്കി വരുന്ന പൊടിയും കൂടെ അമ്മേനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു പ്രാവശ്യം നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിനുള്ള റിസൾട്ട് കിട്ടണമെന്നില്ല. കുറച്ച് ദിവസം അടുപ്പിച്ചത് ഉപയോഗിക്കണം. അപ്പം ഞാൻ അമ്മയുടെ ഈ മൊത്തം നരയാണ്, പ്രത്യേകിച്ച് നര തപ്പി നോക്കേണ്ട ആവശ്യമില്ല. അമ്മയുടെ മുടി മൊത്തം നരച്ചാണ്. അമ്മ ഈ നരയ്ക്ക് ജോലിക്ക് പോകാൻ വേണ്ടി ഈ കൺമഷി എടുത്ത് തേക്കുന്ന പരിപാടി മാത്രമേ ഉള്ളൂ, അല്ലാതെ പ്രത്യേകിച്ചൊന്നും അമ്മ ഉപയോഗിക്കുന്നില്ല. അപ്പം ഞാൻ അമ്മയ്ക്കൊന്ന് ചെയ്ത് കൊടുക്കാമെന്ന് വെച്ച് അപ്പം ഞാൻ ഈ നരയുള്ള ഭാഗങ്ങളിലുള്ള തലമുടി മൊത്തം തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ആ ഉപയോഗിക്കുമ്പോൾ തന്നെ ഒരു ചെറിയ ബ്ലാക്ക് കളറൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞ് 20 മിനിറ്റിന് ശേഷം അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂറോളം ഇതൊന്ന് വെച്ചിട്ട് തല നന്നായിട്ട് ഷാമ്പൂ ഇട്ടോ സോപ്പിട്ടോ ഒന്ന് കഴുകിയെടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളിത് പെട്ടെന്നൊരു റിസൾട്ടല്ല, 3-4 ദിവസം അടുപ്പിച്ച് ഉപയോഗിക്കണം കേട്ടോ. ഇപ്പം അമ്മയുടെ ഒരു ഓയിൽ ഒക്കെ ആയിട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനൊരു ഇത് കാണുന്നത് കണ്ടോ. എന്നാലും ചെറിയ വ്യത്യാസങ്ങൾ കാണാം കണ്ടോ. ഞാനത് മൊത്തം തേച്ച് കൊടുക്കുന്നുണ്ട്. ബാക്കിലോട്ടൊന്നും ആയിട്ടില്ല, ഞാൻ ഫ്രണ്ട് വശം മാത്രമേ തേച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിത് സ്ഥിരമായിട്ടൊരു 3-4 ദിവസം അടുപ്പിച്ച് ഉപയോഗിക്കണം. പിന്നെ ആഴ്ചയിലൊക്കെ 1-2 പ്രാവശ്യമൊക്കെ ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആരെങ്കിലും അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് പ്രത്യേകമായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം ഞാൻ ആദ്യമായിട്ട് പരീക്ഷിച്ച് നോക്കുന്നതാണ്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമ്മൾ പരീക്ഷിച്ചൊരു വീഡിയോ നല്ലതെന്ന് തോന്നിയത് കൊണ്ട് പ്രത്യേകിച്ച് കെമിക്കലും കാര്യങ്ങളും ഒന്നുമില്ല, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് ഓർത്തുകൊണ്ട് മാത്രം ഞാനത് പബ്ലിഷ് ചെയ്താണ് കേട്ടോ. അപ്പം ചെറിയ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാകും, എല്ലാവരും ക്ഷമിക്കുക. അപ്പം വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകണം കേട്ടോ. ലാസ്റ്റ് വരുമ്പോൾ ഈ ഒരു പരുവത്തിലാണ് അമ്മയുടെ മുടി ലാസ്റ്റ് വന്നിരിക്കുന്നത്. ചെറിയൊരു രീതി മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പം ഈ 3-4 ദിവസം അടുപ്പിച്ചൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുമെന്ന് വിശ്വസിക്കുന്നു എന്ന് തന്നെയാണ് വിശ്വാസം. അപ്പോൾ എന്താ അമ്മയ്ക്കിത് നമുക്ക് ഒരു ഇതുമില്ലാതെ നമുക്ക് ഉപയോഗിക്കാം. അമ്മയ്ക്ക് അതിൻ്റെ ബാക്കി പൊടി ഞാൻ കൊടുത്തിട്ടുണ്ട്. പോകുമ്പോൾ മുന്നായിട്ട് ജോലിക്കൊക്കെ പോകുമ്പോൾ അത് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു സോ മച്ച്.